ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മെർച്ചന്റ് നേവിയുടെ ദോഷങ്ങളെ പറ്റിയാണ്. അപ്പോൾ നിറയെ പേർ കമന്റ്സിൽ ഇടുന്നുണ്ട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ. അപ്പോൾ നമുക്ക് ഇന്ന് ഇതിനെപ്പറ്റി സംസാരിക്കാം. അതിനു മുമ്പായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത ബെല്ലും കൂടെ ഒന്ന് തട്ടിവിട്ടേക്ക്. അപ്പോൾ ഗായ്സ്, നമ്മൾ വീഡിയോയിലോട്ട് പോകാം. മറ്റ് ജോലികളെ കമ്പയർ ചെയ്യുമ്പോൾ ഈ മെർച്ചന്റ് നേവിയിൽ നിറയെ അപകടങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഓരോന്നായി നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ ഗായ്സ്, വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ നമ്മൾ മെർച്ചന്റ് നേവിയുടെ ഓരോ പ്രോബ്ലംസ് ആയിട്ട് നോക്കാം. ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് സീ സിക്നസ് ആണ്. അപ്പോൾ സീ സിക്നസ് എന്താണെന്ന് നമ്മൾ ഈസി ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. സീ സിക്നസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വണ്ടർല അതുപോലുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ റൈഡുകളിലൊക്കെ കയറാറുണ്ട്. ഇപ്പം ചില റൈഡുകളാണെങ്കിൽ 10 മിനിറ്റും 15 മിനിറ്റൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടായിരിക്കുന്ന റൈഡിലേ നമുക്ക് ചെറുതായിട്ടൊന്ന് തലയൊക്കെ ആടും. ഇതേ റൈഡ് നമ്മൾ 3 ദിവസവും 4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലുള്ള അവസ്ഥ എന്തായിരിക്കും? അതാണ് കപ്പലിലെ അവസ്ഥ. അതായത് നമ്മളിപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഫുള്ള് റോളിംഗ് ആയിരിക്കും, കപ്പൽ ഇങ്ങനെ ആയിരിക്കും പോകുന്നത്, ചില സമയത്ത് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്, പിച്ചിങ്ങിലായിരിക്കും പോകുന്നത്. അപ്പോൾ ഇതുപോലെ സമയങ്ങളിലൊക്കെ നമുക്ക് ബ്ലഡ് എന്ന് പറയുമ്പോൾ ഹൈ പ്രഷർ ലോ പ്രഷറൊക്കെ മാറി മാറി വരുന്ന സമയത്ത് നമുക്ക് നല്ല തലവേദനയായിരിക്കും, വർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. പക്ഷേ നമുക്കൊരു ഓർഡർ ഉണ്ടായിരിക്കും ഈ സമയത്തിനുള്ളിൽ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ സമയം നമ്മൾ വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇതാണ് സീ സിക്നസ് എന്ന് പറയുന്നത് ഗായ്സ്. അപ്പോൾ രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് മെഡിക്കൽ എമർജൻസി അറ്റ് സീ. അതായത് നമ്മളിപ്പോൾ ലാൻഡ് ജോബുകളിലാണെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റും. അതേ ഇത് നമ്മൾ കടലിനകത്ത് കപ്പൽ വലിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് കപ്പലിനകത്തുള്ളതെന്ന് പറയുമ്പോൾ ഫസ്റ്റ് എയ്ഡ് റൂം മാത്രമാണ്. ഒരു ചെറിയ ഹോസ്പിറ്റൽ റൂമുണ്ട്, അതിനകത്തുള്ള സാധനങ്ങളെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഫസ്റ്റ് എയ്ഡിൻ്റെ സാധനങ്ങൾ മാത്രമാണുള്ളത്. അത് വെച്ച് നമുക്ക് ജീവൻ രക്ഷിക്കാം, പക്ഷേ അതിന് കൂടുതൽ ട്രീറ്റ്മെൻ്റ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മെഡിക്കൽ എമർജൻസി അറ്റ് സീ എന്ന് പറയുന്ന ഒരു ബിഗ് പ്രോബ്ലമാണ് ഈ കപ്പലിലുള്ളത്. കാരണം ഈ കാർഗോ ഷിപ്പിൽ ഡോക്ടറോ നേഴ്സോ അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ല. ഈ ഡോക്ടേഴ്സിനെയൊക്കെ വയ്ക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരു കപ്പലിൽ ഒരു ഡോക്ടറെങ്കിലും വേണം ഇതുപോലെ എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇപ്പോൾ ഉള്ള കാർഗോ ഷിപ്പുകളിലൊന്നും അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ല. അപ്പോൾ ഗായ്സ്, ഇതാണ് രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഗായ്സ്. അപ്പോൾ മൂന്നാമത്തെ പ്രോബ്ലത്തിലോട്ട് പോകാം. മൂന്നാമത്തെ പ്രോബ്ലം മെർച്ചന്റ് നേവിയിൽ എന്ന് പറയുന്നത് ഡേഞ്ചറസ് അറ്റ് സീ ആണ്. അതായത് കടലിനകത്ത് എന്തും എപ്പം എവിടെ എങ്ങനെ വേണമെങ്കിലും നടക്കാം. അതാണ് കപ്പലിലെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്. കാരണം കപ്പൽ മുങ്ങാം, കപ്പൽ എന്തെങ്കിലും കൊണ്ട് ഇടിക്കാം, കപ്പലിൽ അറ്റാക്ക് നടത്താം. അതുപോലുള്ള എന്ത് സിറ്റുവേഷൻ വേണമെങ്കിലും ഈ മെർച്ചന്റ് നേവി ഫീൽഡിൽ നടക്കും. മെയിനായിട്ട് ഈ പൈറസി അറ്റാക്ക്, അതായത് കടൽ കൊള്ളക്കാർ വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യാം. അവർ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ പുറം ലോകം കാണുന്നത് ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഗായ്സ്, ഇത് അതായത് ഈ ഡേഞ്ചറസ് അറ്റ് സീ എന്ന് പറയുമ്പോൾ ഈ കടലിനകത്ത് എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നടക്കാം. അത് ഈ മെർച്ചന്റ് നേവിയുടെ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷെ അത് ഇപ്പോൾ വളരെ വളരെ കുറവാണ്. ആദ്യം മുമ്പൊക്കെ നല്ല കൂടുതലായിരുന്നു ഈ പൈറസി അറ്റാക്കൊക്കെ. ഇപ്പോൾ അത് വളരെ വളരെ കുറവാണ്. കാരണം ഇപ്പോൾ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലൊക്കെ നമുക്ക് സപ്പോർട്ട് ടീമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ വളരെ കുറവാണ്. എന്നിരുന്നാലും ഉണ്ട് എന്ന് വേണം പറയാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പലിലെ മൂന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഗായ്സ്. അപ്പോൾ നാലാമത്തെ പ്രോബ്ലത്തിലോട്ട് പോകാം. കപ്പലിലെ നാലാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഫുഡാണ്, ആഹാരം. അപ്പോൾ ആഹാരത്തിൽ എന്താണ് പ്രോബ്ലം എന്ന് ചോദിച്ചാൽ ആഹാരം തന്നെയാണ് പ്രോബ്ലം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഇന്ത്യൻ സ്റ്റൈലിലാണ് വളർന്നത്, ഇന്ത്യൻ ഫുഡിനോടാണ് നമുക്ക് കൂടുതൽ താല്പര്യം. പക്ഷേ വെസ്റ്റേൺ ഫുഡൊക്കെ നമുക്ക് ചെറുതായിട്ട് 1 ദിവസം 2 ദിവസം കഴിക്കാം. പക്ഷേ അതേ ഫുഡിന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചാൽ, ഇപ്പം പിസ്സ ബർഗറൊക്കെ ആകുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പിസ്സയും ബർഗറും ഡെയിലി കഴിക്കുമ്പോഴുള്ള അവസ്ഥ എന്താണ്? അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ചില കപ്പലിലൊക്കെ ആണെങ്കിൽ ഇന്ത്യൻ കുക്ക് ഇരിക്കും, അങ്ങനത്തെ കപ്പലിലൊക്കെയാണ് നല്ല ലെക്കെന്ന് പറയുന്നത്. അതേ ഇതിപ്പോൾ നമ്മളിപ്പം വേറെ കപ്പലിലൊക്കെ ആണെങ്കിൽ ഫിലിപ്പിൻ കുക്കും വേറെ ഏതെങ്കിലും രാജ്യത്തുള്ള കുക്കായിരിക്കും. അവരുണ്ടാക്കുന്ന ഫുഡ് എന്ന് പറയുമ്പോൾ അവരുടെ സ്റ്റൈലിലായിരിക്കും. പക്ഷെ നമ്മളത് ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല മടുപ്പുണ്ടാവും. അപ്പോൾ അതാണ് ഒരവസ്ഥ. പക്ഷേ അത് സഹിച്ച് മുന്നേറി പോയേ പറ്റത്തുള്ളൂ. കാരണം ഇപ്പോൾ ലാൻഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാം. പക്ഷേ ഇവിടെ കപ്പലിൽ അതിനുള്ള പെർമിഷനൊന്നും ഇല്ല. കുക്ക് ഉണ്ടാക്കുന്ന ഫുഡേ നമ്മൾ കഴിക്കാവൂ. അങ്ങനത്തെ ഒരവസ്ഥയാണ്. പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ കപ്പലിൽ നല്ല കുക്കാണ്, പക്ഷേ ഇന്ത്യൻ സ്റ്റൈലിലാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നു. പക്ഷേ രാവിലെയൊക്കെ ബർഗറും പിസ്സയൊക്കെ തന്നെയാണ് മാക്സിമം ദിവസവും. അപ്പോൾ ഗൈസ്, ഇതാണ് അപ്പോൾ നാലാമത്തെ പ്രോബ്ലം ഗൈസ്. അപ്പോൾ അഞ്ചാമത്തെ പ്രോബ്ലത്തിലോട്ട് പോകാം. അഞ്ചാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലമാണ്. അതായത് നമ്മൾ വീട്ടിലോട്ട് സംസാരിക്കാൻ ഒന്നും പറ്റത്തില്ല. അങ്ങനത്തെ അവസ്ഥയിലായിരിക്കും നമ്മൾ ചില കൺട്രികളിൽ പോകുമ്പോൾ ഉള്ളത്. അതായത് നമ്മൾ കടലിനകത്തായിരിക്കുമ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഒന്നും തന്നെ ഇല്ലായിരിക്കും. പക്ഷേ ചില കപ്പലുകളൊക്കെ 50 MB 100 MB ഒക്കെ ആഴ്ചയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാനെന്ന് എനിക്കറിയത്തില്ല, അത്രയ്ക്കും ശോകമാണ് ഇൻ്റർനെറ്റ്. പക്ഷേ ഇപ്പോൾ സ്റ്റാർലിങ്ക് ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക്, പക്ഷേ എല്ലാ കപ്പലുകളിലും വന്നിട്ടില്ല, ചില കപ്പലുകളിലൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെ കപ്പലിലൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഗായ്സ്,
ഇതാണ് അഞ്ചാമത്തെ പ്രോബ്ലം, കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം. പക്ഷേ ഇത് ലാൻഡ് ജോബുകളിലൊക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് എപ്പോൾ ആണെങ്കിലും നമ്മുടെ വീട്ടിലോട്ട് വിളിച്ച് സംസാരിക്കാം. പക്ഷേ കപ്പലിൽ മർച്ചൻ്റ് നേവിയിലൊക്കെ അത് വിളിക്കുന്നതൊക്കെ ഭയങ്കര റിസ്ക്കാണ്, വിളിക്കാനും ഭയങ്കര കാശും ആണ്. അപ്പോൾ അതാണ് ഒരു അഞ്ചാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്. ഗായ്സ്, അപ്പോൾ ആറാമത്തെ പ്രോബ്ലത്തിലോട്ട് പോകാം. ആറാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് സൈൻ ഓണും സൈൻ ഓഫുമാണ്. അതായത് നമ്മൾ വിചാരിക്കുന്ന സമയം കപ്പലിൽ കയറാനും പറ്റത്തില്ല, നമ്മൾ വിചാരിക്കുന്ന സമയം കപ്പലിൽ നിന്ന് ഇറങ്ങാനും പറ്റത്തില്ല. അതാണ് ഒരു വലിയ പ്രോബ്ലം. ഇപ്പോൾ ലാൻഡ് ജോബിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ദിവസം ലീവ് എടുത്ത് നമുക്ക് നാട്ടിലൊക്കെ പോകാം. പക്ഷേ കപ്പലിലാണെങ്കിൽ അത് പറ്റത്തില്ല. കമ്പനി എപ്പം പറയുന്നോ അപ്പോഴേ നമുക്ക് ഇറങ്ങാനും പറ്റത്തുള്ളൂ, കയറാനും പറ്റത്തുള്ളൂ. അതാണ് ഒരു അവസ്ഥ. അപ്പോൾ ഈ കപ്പൽ എപ്പോഴെങ്കിലും ആങ്കറിലാണെങ്കിൽ നമുക്ക് കയറാനും ഇറങ്ങാനും പറ്റത്തില്ല. ഇത് കറക്റ്റ് പോർട്ടിൽ വരണം. അപ്പോൾ വന്നാൽ മാത്രമേ നമുക്ക് കയറാനും ഇറങ്ങാനും പറ്റത്തുള്ളൂ. അപ്പോൾ അതൊരു അവസ്ഥയാണ്. ചിലപ്പോൾ നമുക്കിപ്പം ഒരു ദിവസം നമുക്കിപ്പം പറഞ്ഞാൽ നമ്മൾ ആ ദിവസത്തിനായിരിക്കും നമ്മൾ കാത്തിരിക്കുന്നത്, പക്ഷേ അവർ കയറ്റുന്നത് അത് പിന്നെ 2 മാസം കൂടെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അതൊരു വലിയ പ്രോബ്ലം തന്നെയാണ് ഈ മർച്ചൻ്റ് നേവിയിൽ. അപ്പോൾ ഗൈസ്, ഇതൊരു ആറാമത്തെ പ്രോബ്ലമാണ്. ഗൈസ്, അടുത്ത ഏഴാമത്തെ പ്രോബ്ലമാണ്. ഏഴാമത്തെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഏജൻസിയാണ്. അതായത് എല്ലാ ഫീൽഡിലും ഈ ഒരു പ്രോബ്ലം ഉണ്ട്, പക്ഷേ ഈ ഫീൽഡിൽ ഇത് കുറച്ച് കൂടുതലാണ്. മർച്ചൻ്റ് നേവിയിൽ നിറയെ പറ്റിപ്പും തട്ടിപ്പൊക്കെ നടക്കുന്ന ഒരു ഫീൽഡാണ്. കാരണം അവർ വിസയും ടിക്കറ്റും എല്ലാം തരും, നമ്മൾ അടുത്ത രാജ്യത്തിൽ പോകുമ്പോൾ അങ്ങനെ ഒരു എല്ലാം ഫേക്കായിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഈ ഏജൻസി എന്ന് പറയുമ്പോൾ ഈ ഫീൽഡിൽ ഏറ്റവും വലിയ പ്രോബ്ലമാണ്. നമ്മൾ ഒന്നിൽ ഇറങ്ങുന്നതിന് മുമ്പ് നന്നായിട്ട് ചിന്തിച്ച് ആലോചിച്ച് ഒരു 100 പേരെടുത്തെങ്കിലും ചോദിച്ചിട്ട് വേണം ഇറങ്ങാൻ. കാരണം അത്രയ്ക്കും ഒരു പ്രോബ്ലമാണ് ഈ ഏജൻസി പ്രോബ്ലം എന്ന് പറയുന്നത്. നിറയെ പൈസകൾ പറ്റിക്കുന്നുണ്ട് ഈ ഫീൽഡിൽ. അപ്പോൾ സൂക്ഷിക്കുക. ഈ ഫീൽഡിലോട്ട് വരാൻ താല്പര്യമുള്ളവർ നന്നായി ശ്രദ്ധിച്ച് വേണം, നല്ല ഏജൻസിയിൽ വേണം വരാൻ. കാരണം ആർക്കും ഡയറക്റ്റായിട്ട് വരാൻ ഈ ഫീൽഡിൽ അത്രയ്ക്കും റിസ്ക്കാണ്. ഏജൻസി വഴി മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഏജൻസിയിൽ നിറയെ പറ്റിപ്പുകൾ നടക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഗൈസ്, അപ്പോൾ കപ്പലിലെ എട്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് സ്ലീപ്പാണ്, അതായത് ഉറക്കമാണ്. നമുക്ക് കറക്റ്റ് സമയത്ത് ഉറങ്ങാൻ വേണ്ടി അവർ സമയമൊക്കെ തരുന്നുണ്ട്, പക്ഷേ എപ്പോഴും എമർജൻസി വരുമെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ ഇപ്പോഴായിരിക്കും ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നത്, ഉടനെ തന്നെ അവർ വിളിക്കും എമർജൻസി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതാണ് മർച്ചൻ്റ് നേവിയുടെ ഏറ്റവും ഒരു വലിയ പ്രോബ്ലം. നമുക്ക് കറക്റ്റ് സമയത്ത് ഡ്യൂട്ടി ഇത്ര സമയം തൊട്ട് ഇത്ര, ഇപ്പം നമ്മൾ ഓഫീസ് ഡ്യൂട്ടി ആണെങ്കിൽ രാവിലെ പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു, കിടന്നുറങ്ങുന്നു, അടുത്ത ദിവസം രാവിലെ പോകുന്നു. പക്ഷേ കപ്പലിൽ അങ്ങനെ പറ്റത്തില്ല. നമ്മൾ 24/7 ഡ്യൂട്ടിയിലാണ്. എപ്പോൾ എന്ത് എവിടെ വേണമെങ്കിലും നടക്കാം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അലേർട്ടായിരിക്കണം. കാരണം എപ്പോഴെന്നില്ലാതെ അവർ വിളിക്കും. അപ്പോൾ ഏത് ഉറക്കത്തിലായിരുന്നാലും നമ്മൾ എണീറ്റ് പോകേണ്ട ഒരു അവസ്ഥയാണ്. അത് എന്നും ഉണ്ടാകത്തില്ല, എമർജൻസി ടൈമിൽ മാത്രം. പക്ഷേ അതൊരു പ്രോബ്ലം തന്നെയാണ്. പിന്നെ ഡ്രില്ലെന്ന് പറയുമ്പോൾ ഡ്രില്ലിന് വേണ്ടിയും ഇവർ എമർജൻസി അലാറം അടിക്കും. നമ്മൾ ഒറിജിനൽ അലാറം എന്ന് വിചാരിച്ച് എണീറ്റൊക്കെ ഓടും എന്തെങ്കിലും എമർജൻസി എന്ന്. പക്ഷേ ഡ്രില്ലായിരിക്കും, ഫയർ ഡ്രില്ല്, അങ്ങനത്തെ ചില ഡ്രില്ലുകളൊക്കെ ഈ കപ്പലിൽ എപ്പോഴും നടക്കും. അപ്പം അതും ഒരു പ്രോബ്ലം തന്നെയാണ്. അത് പക്ഷേ പ്രോബ്ലം എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ അത് ചിലർക്ക് പ്രോബ്ലമായിട്ട് തോന്നും. അപ്പോൾ ഗായ്സ്, ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ചെയ്യാനും മറക്കല്ലേ. അപ്പം ഞാനിപ്പോൾ ദോഷങ്ങളെ പറ്റി ഒരു വീഡിയോ ചെയ്തു. ഇനി ഉടൻ തന്നെ ഞാൻ ഗുണങ്ങളെ പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ബൈ ഗൈസ്.